നമസ്കാരം. ട്രംപിനെ മാപ്പ് പറയിപ്പിച്ച മോദിയുടെ ചടുല നീക്കത്തിൽ ഭയന്ന് ട്രംപ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഒരു തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇനിയും യാഥാർത്ഥ്യമാകാതെ വൈകുകയാണ് എന്നർത്ഥം. അമേരിക്കയുടെ താല്പര്യത്തിന് മേൽക്കൈ നൽകുന്ന വിധത്തിൽ കരാർ വരുന്നതിനെയാണ് ഇന്ത്യ ശക്തിയുക്തം എതിർക്കുന്നത്. അതുകൊണ്ടാണ് കരാർ നീണ്ടുപോകുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ ഇതിനിടെ കരാർ വൈകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഴിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വരികയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാത്തത് കൊണ്ടാണ് കരാറ് യാഥാർത്ഥ്യമാകാത്തത് എന്ന് US വാണിജ്യ സെക്രട്ടറി അടക്കം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞുപോയ നവംബറിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. വ്യാപാര കരാറിൽ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിക്കാതിരുന്നതിനെ തുടർന്ന് ട്രംപ് ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാരോപിച്ച് പിഴ തീരുവ ചുമത്തിയതുമൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതിരുന്നതിന് കാരണം കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിക്കാൻ വിസമ്മതിച്ചതിനാലാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വ്യക്തമാക്കുകയും ചെയ്തു. കരാർ നേരത്തെ യാഥാർത്ഥ്യമാക്കിയിരുന്നുവെങ്കിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ തീരുവ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നുവെന്നും അമേരിക്കയുമായിട്ട് അതിവേഗ ചർച്ചയ്ക്ക് തയ്യാറായ എല്ലാ രാജ്യങ്ങൾക്കും കുറഞ്ഞ തീരുവയാണ് ചുമത്തിയതെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവയായി അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ പുരോഗതിയുള്ളതായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുമ്പോഴും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്ന് പറയപ്പെടുന്നത് ജനുവരി പകുതിയോടുകൂടി യാഥാർത്ഥ്യമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ വിളിച്ച് ഉറപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ US വ്യാപാര കരാർ നടക്കാതെ പോയത് എന്നുള്ള US ആരോപണം പൂർണ്ണമായിട്ടും ശരിയല്ല എന്നും 2025 8 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി US പ്രസിഡന്റിനെ വിളിച്ച് വിവിധ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യ പ്രതികരിച്ചു. വ്യാപാര കരാർ ഉറപ്പാക്കുന്നതിന് നരേന്ദ്രമോദി വ്യക്തിപരമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപാര കരാർ വ്യാപിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് US പയറ്റുന്നത് എന്ന് സൂചന നൽകി. അതായത് ഈ നരേന്ദ്രമോദിയോട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നോട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിളിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയപ്പെടുമ്പോൾ അത് മാത്രമല്ല, സാർ താങ്കളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി തന്നോട് കൂടിക്കാഴ്ചയ്ക്കായിട്ട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്ന് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത്തരത്തിലുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരമുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയോട് വിലപ്പോവില്ല മോനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മോദിയുടെ ഒരു തന്ത്രം, അല്ലെങ്കിൽ മോദിയുടെ ഒരു ലൈൻ. അതാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13 തുടങ്ങിയ ഇന്ത്യ US വ്യാപാര ചർച്ച ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യക്ക് മേൽ തീരുവ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന US ബില്ല് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അപ്പോൾ ഇക്കാര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ട്രംപിനെ അഭിസംബോധന ചെയ്ത് ട്രംപിനെ കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളടക്കം ഇരു രാഷ്ട്ര നേതാക്കളും പരസ്പരം ആദരവോടുകൂടിയാണ് സംസാരിക്കാറുള്ളത് എന്ന് പറഞ്ഞൊഴിയുവാനും ഇന്ത്യയുടെ വിദേശകാര്യ വക്താക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു നയത്തോട് യോജിച്ചു പോകുവാൻ ഇനി ട്രംപിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഈ രാഷ്ട്രീയ സമ്മർദ്ദമൊന്നും ഇനി നമ്മോട് നടക്കില്ല എന്നുള്ളൊരു ലൈനിലേക്ക് മോദി എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള ആ ഒരു വ്യാപാര കരാറുകൾ, ഇനി എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണെങ്കിൽ റഷ്യ സ്വീകരിക്കുന്ന നയം, മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ ചർച്ച, മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം, ഇതൊക്കെ വളരെ സ്ട്രോങ് ആകുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് തുറന്നു പറയുവാൻ മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, മോദിയുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനത്തെയും അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനിയുള്ള തീരുവ എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ ദിവസവും തീരുവ വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് 500% തീരുവയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. മോദി അതിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോദിയുടെ ചടുലമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നത്. അത് ട്രംപിനെ ഭയപ്പെടുത്തുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് നയതന്ത്ര ബന്ധം കൂടുതൽ ഉറപ്പിക്കുകയും ഒപ്പം തന്നെ അവരുമായിട്ട് വ്യാപാര കരാറുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. അത് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കൻ
സാധനങ്ങൾ മാത്രം വിറ്റഴിക്കുന്ന ഒരു ഇടവായി മാറാതെ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു ചടുലമായ നീക്കം ഇന്ത്യ നടത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വാണിജ്യ തന്ത്രം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ ട്രംപിനെ ഭയപ്പെടുത്തുന്നതാണ്. ട്രംപിന് സത്യം പറഞ്ഞാൽ മോദിയുടെ ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളിൽ ഭയപ്പാടുണ്ടാകുന്നു. അമേരിക്ക എന്ന് പറയപ്പെടുന്ന തകർന്നടിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അത് ട്രംപിന്റെ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ കാരണമാണ് അത്തരത്തിലുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു മൊണോപ്പൊളിയായിട്ട് നിൽക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ട്രംപിനെ മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയാണ് ഇന്ത്യയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മോദിയോട് ഒരു വ്യാപാര കരാറുകൾ ഇനി കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രംപ് വളരെ കൃത്യമായി ഇത്രയും നാൾ നടത്തിയ ഇദ്ദേഹത്തിന്റെ വൃത്തികേടുകൾ, മണ്ടത്തരങ്ങൾ, ഇതിനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പുറകെ വരണം, അല്ലെങ്കിൽ മോദിയുടെ പുറകെ വരണം. എങ്കിൽ മാത്രമേ ഇനി ഒരു വ്യാപാര കരാറോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനോ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.